കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പിക്ചർ വരച്ചതായിരുന്നു. അതിൻ്റെ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ 2 പേര് അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ആ പിക്ചറിൻ്റെ റെഫറൻസ് ഒന്ന് കാണിക്കുവാണ്. സംഭവം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ സ്കെച്ചൊന്ന് സെറ്റായാൽ മാത്രം മതി. പിന്നെ ഈ പിക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കളർ കൊടുക്കാനും കുറേ തോന്നിയതുപോലെ ലൈൻസ് ഒക്കെ ഇട്ട് വെക്കാനും പറ്റും. എന്നാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ സെറ്റായിരിക്കുള്ളൂ. പിന്നെ ഈ മായ്ച്ച് കളർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ചെയ്യാൻ നേരത്തും ഔട്ട്ലൈനൊക്കെ ഇടാൻ നേരത്തും കുറച്ചും കൂടി ഒന്ന് മെനക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പിന്നെ മായ്ച്ച് പേപ്പറിലൊന്നും ഇല്ലാണ്ടാവരുത്. നമുക്ക് ചെറിയ രീതിക്കെങ്കിലും ആ ലൈൻസ് ഒന്ന് കാണാൻ പറ്റുന്ന രീതി വേണം മായ്ച്ചെടുക്കാൻ. ഇതിൽ ഔട്ട്ലൈൻ വരക്കാൻ വേണ്ടിയിട്ട് CD മാർക്കറാണ് എടുത്തേക്കുന്നത്. പക്ഷെ അന്ന് ഫ്രെയിം ചെയ്ത സമയത്ത് ഡ്രോയിങ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെന്നുണ്ട്. അതായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അതിൻ്റെ ഇങ്ക് തീർന്നുപോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബ്ലാക്ക് പെന്നോ ജെൽ പെന്നോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ 3rd ടൈം ആയിട്ട് ഇങ്ങനത്തെ മോഡലിൽ ഒരു പിക്ചർ ചെയ്യുന്നത്. ഒരു 1 ഇയർ ഒക്കെ മുമ്പ് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ സ്കെച്ചിന് പകരം വാട്ടർ കളറായിരുന്നു യൂസ് ചെയ്തേക്കുന്നത്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോ.